അല്ലെങ്കിൽ ആ മൂല്യങ്ങളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് കൃത്യമായ വിജയത്തിലേക്ക് എത്തുവാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്, ഇപ്പൊ നേതാക്കളെ കുറിച്ച് പലപ്പോഴും ഏത് പ്രചോദക പ്രഭാഷകരുടെ വരികളിൽ ശ്രദ്ധിച്ചു നോക്കിയാലും അവിടെയൊക്കെ നേതാക്കളെ കുറിച്ചിട്ടായിരിക്കും കൂടുതൽ പറയുക. അണികളെ കുറിച്ചിട്ട് കാര്യമായിട്ട് പറയുവാറില്ല. അല്ലെങ്കിൽ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആരെയെങ്കിലും പിന്തുടരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നേതാക്കളെയാണ് പിന്തുടരേണ്ടത്, അല്ലാതെ അണികളെ അല്ല എന്നുള്ളൊരു വാക്യം പലപ്പോഴും അടിവരയിട്ട് പറയുക. അപ്പൊ ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നത്, നേതാക്കൾക്കും ജീവിതത്തിലെ സമസ്ത മേഖലയിലും വിജയക്കൊടി പാറിച്ചവർക്ക് പൊതുവെ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായിരിക്കും. ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളും ഏതൊക്കെ മേഖലകളിൽ കൈവെക്കുന്നുണ്ടോ അവിടെയൊക്കെ വിജയം കൈവച്ചു. അപ്പം നമ്മൾ ഭൂരിപക്ഷം പേരും പല മേഖലകളിലും നമ്മൾ കൈവെക്കുന്നവരാണ്, അല്ലെ പല മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണ്, ചെയ്യുന്നവരാണ്. പക്ഷെ അവിടെയൊക്കെ വിജയക്കൊടി പാറിച്ചവരെയാണ് അതിലെ നേതാക്കൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാരെന്ന്, മാസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലെ സ്വഭാവ സവിശേഷതകൾ ഉള്ളവർ, നേതാക്കളായിട്ടുള്ളവർക്കും ജീവിതത്തിൽ എല്ലാ മേഖലയിലും വിജയം വരിച്ചിട്ടുള്ളവർക്കും ഒരു സ്വഭാവ സവിശേഷതകൾ, പ്രത്യേകതയുണ്ടായിരിക്കും. പൊതുവായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയുണ്ടായിരിക്കും. അവർക്ക് അവരാരെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അങ്ങനെ അറിഞ്ഞിട്ടുള്ളവരൊക്കെയാണ് നേതാക്കളായിട്ടുള്ളതും അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയക്കൊടി പാറിച്ചിട്ടുള്ളത്. അവരാരെന്ന് അവർക്ക് അറിയുവാൻ കഴിയും. അവരുടെ മൂല്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയുവാൻ കഴിയും. അവരെന്തിനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നും അവർക്കറിയുവാൻ. ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് വിജയത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ നേതാക്കളാവുക, അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിജയം കൈവരിക്കുക എന്നാണ്. അങ്ങനെ കൃത്യമായിട്ട് താൻ ആരാണ്, തനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എന്തിലാണ് താൻ പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാകുമ്പോഴുള്ള ഗുണം, അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഒരു സംശയവുമില്ലാതെ മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു സ്വഭാവ സവിശേഷതകൾ സമൂഹത്തിൽ ലഭിക്കുകയുള്ളൂ. അവർ കൃത്യമായിട്ട് അവർക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും ചെയ്യേണ്ടത് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുവാൻ കഴിയും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് സമയം ഒട്ടും തന്നെ ധൂർത്തടിക്കേണ്ട. കാരണം നമ്മൾ ഈ പുസ്തകം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ധൂർത്ത് എന്ന് പറയുന്നത് സമയത്തെ വെറുതെ പാഴാക്കുക. നമ്മളൊരു വിഷയം പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിന് കൃത്യമായ മൂല്യം തിരികെ പിടിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഓരോ സമയവും നമ്മൾ ചിലവഴിക്കേണ്ടത് അതിന് കൃത്യമായ മൂല്യം ലഭിച്ചുകൊണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പഠനം നടത്തുമ്പോൾ അല്ലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ മൂല്യം നമുക്ക് ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ അതൊക്കെ വെറുതും സമയം കൊല്ലികൾ മാത്രമാണ്. ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു മിനിറ്റ് നമ്മൾ ചിലവഴിക്കുമ്പോൾ ഇതിന് കൃത്യമായിട്ട് നമ്മൾ മൂല്യം തിരികെ എടുക്കാൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷത ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ നേതാക്കളാവുകയോ അല്ലെങ്കിൽ വിജയികളാവുകയോ ഒക്കെയായി മാറിത്തീരുന്നത്. എന്നാൽ വളരെ കുറച്ചാളുകൾക്ക് ഈ സവിശേഷത ലഭിക്കുമ്പോൾ ബാക്കി വരുന്ന ഭൂരിപക്ഷത്തിനും അവർക്ക് എന്താണ്, അവരാരാണ്, അവർക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നതിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണയൊന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ വെറുതെ സമയം പാഴാക്കി. കാരണം അങ്ങോട്ട് പോകണോ, അങ്ങോട്ട് പോയി നോക്കാം, അവിടെ പോയി കുറെ സമയം കഴിയും, അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ല, അടുത്ത സ്ഥലത്തേക്ക് പോകാം, അവിടെ പോയി കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും, അതും വെറുതെ ശരിയാവുന്നില്ല. ഇങ്ങനെ ഓരോന്നിന്റെയും സമയം ഇവർ വെറുതെ കളഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളാണ് അവിടെ പാഴാക്കിക്കൊണ്ടത്. അപ്പോൾ ഈ ആദ്യത്തെ കൂട്ടർക്ക് അല്ലെങ്കിൽ ഓരോ സമയവും എങ്ങനെ ചിലവഴിക്കണമെന്ന് അറിയാവുന്ന ആളുകൾ വളരെ വേഗത്തിൽ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത്. അവരാണ് പലപ്പോഴും എവിടെയും നേതൃസ്ഥാനത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ലോകം നേതാവെന്ന് വിളിക്കുക, ലീഡർ എന്ന് വിളിക്കുക.
ഇപ്പൊ നമുക്കറിയാം, നമുക്ക് പ്രഭാഷണ കലയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിൽ പലരോടും പറയും, ചതയൊക്കെ വരികയാണ്, നമുക്ക് പ്രഭാഷണങ്ങളൊക്കെ ചെയ്യണം, പഠിക്കണം അല്ലെ എന്ന് പറയുമ്പോൾ കുറെ അധികം ആളുകൾ അതിന് മുന്നിലേക്ക് വരും. എന്നാൽ ചിലരുണ്ട്, അവരെ നമ്മൾ നിർബന്ധിച്ചാലും പറയും ഇത്തവണ വേണ്ട. ഈ നമ്മൾ ഒരു സിനിമയുടെ ക്ലിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്, ജഗതി പറയുന്നത് പോലെ പ്രതികാരം നാളെ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കില്ല. ആദ്യ ആവേശത്തോടെയൊക്കെ വന്നിട്ട് അല്ല വേണ്ട നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. പക്ഷെ ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, അന്നൊരിക്കൽ മാറ്റി വെച്ചവർ പിന്നീട് ഒരിക്കലും ഒരു വർഷത്തിലും അതിനായിട്ട് മുന്നോട്ട് അവർക്ക് വരാനോ വന്നിരിക്കാനോ സാഹചര്യം ഉണ്ടായിക്കാണുക. പിന്നീട് ആ കാര്യങ്ങളെയൊക്കെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ തുടക്കത്തിലെ തന്നെ ഇതിനെ ഓപ്പർച്യൂണിറ്റികളെ സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് വന്ന് അതിനെ പഠിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരുന്നവരാണ് അവിടെയും വിജയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇവിടെ ബ്രയാൻ ട്രേസി എടുത്തു പറയുന്ന കാര്യം, നമ്മൾ ജീവിതം ജീവിക്കാൻ രണ്ട് രീതികളിൽ ജീവിതം ജീവിച്ചു തീർക്കാം. അതിലൊന്ന് പുറത്തു നിന്ന് അകത്തേക്ക് ജീവിക്കാം, രണ്ടാമത്തത് അകത്ത് നിന്ന് പുറത്തേക്ക് ജീവിക്കാം. അതിന്റെ ഉദ്ദേശം ഇതാണ്: പുറമേ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന്, അല്ലെ പുറത്തുള്ളവർ പറയുന്നതിൽ നിന്ന്, അവർ നമ്മളോട് പറയുന്ന അല്ലെ നമുക്ക് മേൽ വെച്ച് കിട്ടുന്ന ചില ധാരണകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, ഇത് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ പുറത്ത് നിന്ന് അകത്തേക്ക് ജീവിക്കുക. പുറത്ത് നിന്നുള്ള കാര്യങ്ങളെ പിടിച്ചിട്ട് അതിനെ അകത്തേക്ക് കൊണ്ടുപോയി. ഇനി നേരെ മറിച്ച് രണ്ടാമതൊന്നുണ്ട്, അകത്ത് നിന്ന് പുറത്തേക്ക് ജീവിക്കുക. അതായത് നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങളെ നമുക്കറിയാം, നമ്മൾ ആരാണ്, അല്ലെ നമ്മുടെ കഴിവുകൾ ഏത് മേഖലയിലാണ്, നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് അകത്ത് നിന്ന് പുറത്തേക്ക് ജീവിക്കുക. അപ്പൊ അകത്ത് നിന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് അതിനകത്ത് പുറത്തേക്ക് ജീവിക്കുന്നവരാണ് രണ്ടാമത്തെ കൂട്ടം. അപ്പൊ ഇതില് കൃത്യമായിട്ട് ബ്രയാൻ ട്രേസി എടുത്തു പറയുന്നു, അകത്ത് നിന്ന് പുറത്തേക്കാണ് ജീവിതം ജീവിക്കേണ്ടത്, അല്ലാതെ പുറത്ത് നിന്ന് അകത്തേക്ക് എന്നുള്ള രീതിയിലല്ല. അകത്ത് നിന്ന് പുറത്തേക്ക് ജീവിക്കണം. കാരണം നമ്മുടെ കാമ്പ്, വ്യക്തമായ വ്യക്തിത്വത്തിന്റെ കാമ്പ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. എന്താണ് നമ്മൾ? ഇത് പ്രത്യേകിച്ച് പല പല ഉദാഹരണങ്ങളെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ പുറത്ത് നിന്നുള്ള ആളുകൾ തീരുമാനിക്കുന്നതോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോ അനുസരിച്ച് ജീവിക്കുന്നവരൊക്കെയും പരാജിതരായിരിക്കും എന്നാണ് അടിവരയിട്ട് പറയുന്നത്. നിങ്ങളെ കൊണ്ട് ചിലർ, അല്ലെ നിങ്ങളെ ചിലർ നൂൽപ്പാവകൾ കളിപ്പിക്കുക. നൂൽപ്പാവകളി നമ്മൾ കേട്ടിട്ടുണ്ട്. നൂലിൽ പിടിച്ചിങ്ങനെ പാവകൾ നന്നായിട്ട് കളിക്കുന്നത് ഇങ്ങനെ വേദിയിൽ കാണുവാൻ കഴിയും. പക്ഷെ അതിന്റെ മുകളിലേക്ക് ഒരു നൂല് ആരും കാണാത്ത രീതിയിൽ വലിച്ചു കെട്ടിയൊരു നൂലുണ്ട്. ആ നൂലിങ്ങനെ വിരലിൽ കോർത്തിരിക്കുന്ന മറ്റൊരു മനുഷ്യനുണ്ട്. അയാൾ അദൃശ്യനായിരിക്കും. ഇയാളുടെ വിരലിന്റെ ചലനങ്ങൾക്കൊത്തിട്ടാണ് ഈ പാവകൾ കളിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് പുറത്തു നിന്ന് അകത്തേക്ക് ജീവിക്കുന്നവരുടെ ജീവിതശൈലി. ആരെങ്കിലും ഇവരെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇവരെ ഒന്ന് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, അകത്തു നിന്ന് പുറത്തേക്ക് ജീവിക്കുന്നവന്റെ ഉള്ളിലെ നൂലും നൂല് പിടിക്കുന്ന കൈകളും അവന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എന്താണ് ഞാൻ അറിയേണ്ടത്, ഞാൻ ആരായി മാറിത്തീരണം എന്ന് കൃത്യമായിട്ട് അറിയുന്നവരാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ജീവിക്കുക. ആ രീതിയിൽ ജീവിക്കുക മാത്രമാണ് വിജയത്തിലേക്കുള്ള ഒരു വഴി എന്ന് കൂടി ഇവിടെ എടുത്തു പറയുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഓരോ കാര്യവും ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഉള്ളിലെ മൂല്യങ്ങളാണ്. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ കൂട്ടർക്കുള്ള പ്രത്യേകത, പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അവിടുന്ന് പിന്നെ നമ്മളെ പ്രവർത്തിപ്പിക്കും. അവിടെയാണ് നമ്മൾ നൂൽപ്പാവകളാണ്. അങ്ങനെ ആവാതെ നമ്മൾ തന്നെയായിരിക്കണം നമ്മുടെ ഉള്ളിലെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ബ്രെയിൻ എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇവിടെ വിജയത്തിലേക്ക് വരുവാൻ, അല്ലെ വ്യക്തിത്വത്തിന് 5 നിലകളുണ്ട്. ഓരോ മനുഷ്യന്റെയും പേഴ്സണാലിറ്റികൾക്ക് 5 നിലകളുണ്ടാകും പറയുക. 5 നിലകളിലൂടെ കടന്നിട്ടാണ് ഇത് വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെയെന്നത് ഒരു ഭാവനയിൽ കാണുവാനാണെങ്കിൽ നിങ്ങളൊരു 5 വളയങ്ങളെ കാണുക എന്നാണ്. 5 വളയങ്ങളോട് കൂടിയ ഒരൊറ്റ കേന്ദ്രമായിട്ട് അതിനെ നോക്കിക്കാണുക. 5 വളയങ്ങളുണ്ട്, പക്ഷേ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നിട്ടാണ് ഈ 5 വളയങ്ങളും ചലിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും മനുഷ്യന്റെ വ്യക്തിത്വം തീരുമാനിക്കപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം,
അല്ലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകവും തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളിലെ മൂല്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും. അതില് സ്നേഹം, അനുകമ്പ, ദയാവായ്പ എന്നീ പോസിറ്റീവ് മൂല്യങ്ങളാണ്. സ്നേഹം ഉണ്ട്, അനുകമ്പയുണ്ട്, ദയാവായ്പുണ്ട്. ഇത് മൂന്നും നമുക്ക് ഏറ്റവും ഇന്ന് എളുപ്പം മനസ്സിലാകുന്ന ഒരു വാക്കാണ് പോസിറ്റീവ് മൂല്യങ്ങൾ എന്ന് പറയും. അങ്ങനെ പറയുമ്പോഴാണ് ഇന്ന് പലർക്കും കൂടുതലായിട്ട് മനസ്സിലാവുക. അപ്പൊ അങ്ങനെ പോസിറ്റീവ് മൂല്യങ്ങളുള്ള 3 കാര്യങ്ങൾ, ഈ 5 വളയങ്ങളിലെ 3 വളയങ്ങൾ ഇതൊക്കെയാണ്. സ്നേഹമാണ്, അനുകമ്പയുണ്ടാവണം, ദയാവായ്പ ഉണ്ടാവണം. എന്നീ പോസിറ്റീവ് മൂല്യങ്ങൾ നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കും അത്തരം മൂല്യങ്ങൾക്ക് യോഗ്യരാണെന്ന് നിങ്ങൾ കണക്കാക്കി നിങ്ങൾക്ക് നല്ല സ്നേഹമുള്ളവരാണ് എന്ന് വിചാരിക്കുക. ആരോട് സ്നേഹം? എന്ത് പുതിയ കാര്യത്തെ കണ്ടാലും അതിനോട് സ്നേഹമാണ് ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ അനുകമ്പയുള്ള വ്യക്തികളാണ്. മറ്റുള്ളവൻ വേദനിക്കുന്നവനെ കാണുമ്പോൾ അനുകമ്പ ഉള്ളവരാണ്. ഒരാൾ മറിഞ്ഞു വീഴാൻ വരുമ്പോൾ പെട്ടെന്ന് ചാടി അയാളെ പിടിച്ചു നിർത്താനുള്ള മനസ്സുള്ളത്, അല്ലെങ്കിൽ വീഴ്ചകളിലേക്ക് പോകുന്ന ഒരാളെ കൈപിടിച്ചുയർത്തുവാനുള്ള അനുകമ്പ മനസ്സിലുണ്ടായിരിക്കും. ഇനി ദയാവായ്പ, ദയ കാണിക്കുക. ചിലയിടങ്ങളിലൊക്കെ നമുക്ക് നിയമത്തിന് അനുസരിച്ച്, നിയമവാഴ്ചയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുക. ജനാധിപത്യത്തിന്റെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുക. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഏറ്റവും അധികം സുന്ദരമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജനിച്ചത് എന്ന് നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. കാരണം ഇവിടെ ഏതു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനും തടസ്സമില്ല, ഏത് രാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിക്കുന്നതിനും തടസ്സമില്ല, ഏത് രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതിനും തടസ്സമില്ല. അതുപോലെ ഏതു മതത്തിൽ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം. എല്ലാ മതത്തിനും ഇവിടെ തുല്യമായ അധികാരം, അവകാശവുമാണ് ഉണ്ടായിരിക്കുക. ഏതു മതത്തെക്കുറിച്ച് വേണമെങ്കിലും പഠിക്കുവാൻ സാധിക്കും, ഏതു മതം വേണമെങ്കിലും ഇവിടെ പ്രചരിപ്പിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏതു മതത്തെയും വിമർശിക്കുവാനും കഴിയും. വ്യക്തമായ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി വിമർശിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ഏത് മൂല്യങ്ങളാണോ നമ്മുടെ ഉള്ളിലുള്ളത്, സ്നേഹവും അനുകമ്പയും ദയാവായ്പും എന്ന് പറയുന്ന ആദ്യത്തെ 3 പോസിറ്റീവ് വളയങ്ങൾ, അല്ലെ പോസിറ്റീവ് മൂല്യങ്ങൾ ഉള്ള ആളാണോ, വ്യക്തിയാണോ നിങ്ങളെങ്കിൽ, ഇതാണ് ഉള്ളിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് പുറത്തുള്ളവരുമൊക്കെ, അല്ല നിങ്ങളോട് ഇടപഴകുന്നവരും കൂട്ടുചേരുന്നവരും ബന്ധപ്പെടുന്നവരും എല്ലാം ഇതേ സ്വഭാവങ്ങൾ ഉള്ളവരായി തന്നെ തീരും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് സ്നേഹമില്ല, ആരെ കണ്ടാലും വെറുപ്പ് മാത്രമാണ്, ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നാൽ, നെഗറ്റീവ്സിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ആരോടും അനുകമ്പയില്ല, ഒരുത്തന്റെ വീഴ്ച കണ്ടാൽ കൈകൊട്ടി ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ദയാവായ്പ. അപ്പൊ നമ്മൾ നിയമത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദയാവായ്പിന്റെ കാര്യം ചേർത്ത് പറയുന്നത്. നമുക്ക് ഏത് കാര്യത്തിലും ജനാധിപത്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ നമ്മൾ ദയ എന്ന ഒരു വികാരം, ദയാവായ്പ എന്ന വികാരം കൊണ്ട് നിയമത്തിനെ കുറച്ചൊന്നും മാറ്റി നിർത്തും. കാരണം അവിടെ ഒരു മാനുഷിക മൂല്യം നമ്മൾ അവിടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് ദയ കാണിക്കാൻ സാധിക്കും. നേരെ മറിച്ച് എല്ലാം നിയമം കൃത്യമായിട്ട് പാലിക്കുക എന്നത്, നിയമം എന്ന് പറയുന്നത് നിയമത്തിനൊരിക്കലും മനുഷ്യത്വത്തിന്റെ മുഖം കാണുകയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിലേക്ക് കൃത്യസമയം രാവിലെ 9 തന്നെ സ്കൂളിൽ ചെല്ലണം എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്. നമ്മൾ അവിടെ ചെന്നേ പറ്റൂ. കൃത്യമായ യൂണിഫോം ധരിച്ചുകൊണ്ട് അയൺ ചെയ്ത യൂണിഫോമും ബെൽറ്റും ഇതുമൊക്കെ കെട്ടി ടാഗും ഒക്കെ ഇട്ട് കൃത്യമായി തന്നെ ചെല്ലണം. പോളിഷ്ഡ് ആയിട്ടുള്ള ഷൂസും ഇട്ടുകൊണ്ട് തന്നെ ചെല്ലണം എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്, നമ്മൾ അത് ചെന്നേ പറ്റൂ. നേരെ മറിച്ച് ശരീരത്തിന് എന്തെങ്കിലും രോഗങ്ങളോ അസ്വസ്ഥതകളോ ഉള്ള ഒരു കുട്ടിയാണ് എങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഈ സമയനിഷ്ഠ പാലിക്കാൻ കഴിയുകയില്ല. കാരണം രാവിലെ കൃത്യമായി ഈ സമയത്ത് ഉണർന്നെണീക്കുവാൻ ആ കുട്ടിക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. കൃത്യമായിട്ട് വസ്ത്രങ്ങളൊക്കെ അയൺ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളാലും ശാരീരികമായി തൻ്റേതല്ലാത്ത, തനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ ശാരീരികമായ രോഗങ്ങളോ അസുഖങ്ങളോ കുറവുകളോ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ അങ്ങനെ ഒരാൾക്ക് ആ നിയമം ഇളവ് ചെയ്ത് കൊടുക്കട്ടെ. അവിടെ ഒരു മനുഷ്യത്വത്തിന്റെ മൂല്യമാണ്. മനുഷ്യത്വം എന്നൊരു വികാരം, അല്ലെങ്കിൽ ദയാവായ്പ് എന്നൊരു വികാരം ചേർത്ത് വെക്കുമ്പോഴാണ്
അവിടെ ആ ജീവിതം കുറച്ചുകൂടി സമാധാനപൂർണ്ണമാകും. അല്ലെങ്കിൽ അത്തരം വരുന്ന ഒരു കുട്ടിയെ നേരെ മറിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, നീ കൃത്യമായി സ്കൂളിൽ എത്തിയില്ല, കൃത്യമായി യൂണിഫോം ധരിച്ചില്ല, നീ അതാ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അയൺ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിന്റെ ഷൂസ് പൊടി പിടിച്ചതാണ്, നീ അത് പോളിഷ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ സമൂഹം അതിനെ കുറ്റപ്പെടുത്തുകയും, കാരണം അവിടെ ചെയ്യുന്നത് നിയമത്തെ കൃത്യമായി പാലിക്കാൻ എന്താണ് ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നതെങ്കിലും അത്തരം ഒരു പ്രശ്നമുള്ളയാളെ അവിടെ നിന്ന് മാറ്റി നിർത്തുമ്പോഴാണ് ആ നിയമത്തിന് കൂടുതൽ ജനത്തിന് ഇടയിൽ സ്വാധീനമുണ്ടാകും. അപ്പൊ അങ്ങനെ ദയാവായ്പ എന്ന ഒരു വികാരത്തെ കുറിച്ച് പറഞ്ഞു. ഈ 3 പോസിറ്റീവ് മൂല്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ, നമുക്ക് ചുറ്റുമുള്ള ആളുകളും ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ളവരെ, നമ്മൾ ചെന്ന് കൂടുന്ന ആളുകൾ ഇതുപോലെയുള്ളവരെ കാണുവാൻ. നമ്മളെപ്പോഴും ചിരിക്കുക. ഇപ്പൊ നമ്മൾ ലോകത്തെ നോക്കി ചിരിക്കുമ്പോൾ ലോകം നമ്മളെ നോക്കി ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ. കാരണം ലോകത്തെ നോക്കി നമ്മൾ ചിരിക്കുമ്പോൾ എന്താണ്, നമ്മൾ ചിരിക്കുന്നു, അപ്പൊ നമ്മളെ കാണുന്നവർ ഓട്ടോമാറ്റിക്കലി ചിരിക്കും. അവിടുന്ന് ഒരു ചിരി വരുന്നുണ്ട്, അപ്പൊ എന്നാ അവനെ നോക്കി ചിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെ കാണുന്നത് ചിരിക്കും. അത് നമ്മൾ നല്ല സ്നേഹം കാണിക്കുന്നവരാണെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും തിരികെയും നമുക്ക് സ്നേഹം ലഭിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നല്ല അനുകമ്പയുള്ളയാളാണെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും നമ്മളിലേക്കും അനുകമ്പകൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ സ്നേഹവായ്പ ഉള്ളവരാണെങ്കിൽ, ദയാവായ്പ ഉള്ളവരാണെങ്കിൽ നമുക്കും എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ദയാവായ്പിന്റെ ആനുകൂല്യത്തിൽ ഇളവുകൾ എന്നുള്ളതാണ് ഇവിടെ പറയുക. അതുപോലെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വ്യക്തിത്വത്തിലെ എല്ലാ വളയങ്ങളെയും തീരുമാനിക്കും. 5 വളയങ്ങളുണ്ട്. അതിൽ നിങ്ങളുടെ വിശ്വാസം എന്താണോ അതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിലെ ഓരോ വളയങ്ങളെയും തീരുമാനിക്കുക. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് മൂല്യങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ നല്ല ഒരു മനുഷ്യനാണെന്ന് സ്വയം കരുതുകയാണ്. ഞാനൊരു നല്ല മനുഷ്യനാണ് എന്ന് കരുതി കഴിയുമ്പോൾ എന്താണ്, നല്ല മനുഷ്യൻ അല്ലെങ്കിൽ പോലും കുറേശ്ശെ ജീവിതം മുന്നോട്ട് ചെല്ലുമ്പോൾ ക്രമേണ നമ്മളിൽ ഈ പോസിറ്റീവ് മൂല്യങ്ങളൊക്കെ കൂടുതൽ, കാരണം ഞാൻ നല്ല മനുഷ്യനാണല്ലോ എന്നൊരു സാധനം ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നാകാൻ തുടങ്ങും, പ്രവൃത്തികൾക്ക് ശുദ്ധത കൈവരും, നമ്മൾ ധരിക്കുന്ന വേഷത്തിന് ക്രമേണ വൃത്തിയുണ്ടാകും. കാരണം നമ്മളൊരു 10 പേരുടെ മുന്നിൽ നല്ലവനാണ് എന്ന് അറിയപ്പെട്ട് കഴിയുമ്പോൾ ഇതിലൊക്കെ നമ്മൾ ക്രമേണ ശ്രദ്ധിക്കാൻ തുടങ്ങും. വസ്ത്രങ്ങൾ കൃത്യമായി വൃത്തിയായി ധരിക്കുക, നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക, നമ്മളുടെ സ്വഭാവം ആളുകളോട് പെരുമാറുന്നതിലൊക്കെ ശുദ്ധി കൊണ്ടുവരിക, എളിമ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമേണ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ സ്വയം നല്ല ഒരു മനുഷ്യനാണെന്ന് ആദ്യം സ്വയം കരുതുക. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കണമെന്ന് പ്രതീക്ഷിക്കുക. ശുഭാപ്തി വിശ്വാസം. നല്ല കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഇന്നൊരു പഠന ക്ലാസ്സിലേക്ക് പോവുകയാണ്, പഠനമൊക്കെ ഒന്ന് നടത്താൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഇന്ന് അയാൾ അവിടെ കിടന്ന് കുറെ എന്തെങ്കിലുമൊക്കെ പറയുന്ന, ബാക്കിയുള്ളവന് ഉറക്കം വരുവാനായിട്ട് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാണ് പോകുന്നതെങ്കിൽ ഇത് തന്നെയായിരിക്കും. നേരെ മറിച്ച് ഒരു നല്ലൊരു പഠനമുണ്ട്, ആ പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം, നല്ല പഠനത്തിലൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് ജീവിതത്തിൽ അതിനകത്ത് കുറച്ച് മൂല്യങ്ങളൊക്കെ മാറ്റം വരുത്തി നമുക്ക് വിജയിക്കുക, എന്റെ ജീവിതത്തിൽ ഇന്ന ഉയർച്ചകൾ അതിലൂടെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ സംഭവിക്കുന്നതും അത് തന്നെയായി. അങ്ങനെ നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിട്ട് ജീവിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ശുഭകാര്യങ്ങളായി എന്നാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അതുപോലെ നിങ്ങളുടെ ചിന്തകളും സ്വാഭാവികമായിട്ട് പോസിറ്റീവും സന്തോഷം നിറഞ്ഞതും ആകണമെങ്കിൽ നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും ചിന്തകളും പോസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും പോസിറ്റീവായിരിക്കണം. ട്രാജഡി ആവരുത്. പ്രതീക്ഷിക്കുന്നത് നല്ല കാര്യത്തെ പ്രതീക്ഷിക്കുക, ശുഭകാര്യങ്ങളെ പ്രതീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവാകും, നിങ്ങളുടെ ജീവിതം പോസിറ്റീവാകും, ജീവിതത്തിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പായ വസ്തുവായി മാറും. അതുപോലെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച്, നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ 4ാമത്തെ വളയവും തീരുമാനിക്കപ്പെടും. അടുത്ത വളയം, നമ്മൾ 5 വളയങ്ങളിൽ 3 പറഞ്ഞു, അതിൽ 4ാമത്തെ വളയം തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ
പ്രതീക്ഷകൾക്കനുസരിച്ചും നിങ്ങളുടെ വ്യക്തിത്വങ്ങൾക്ക് അനുസരിച്ചും ആയിരിക്കും. അത് നിങ്ങളുടെ മനോഭാവമാണ് തീരുമാനിക്കുക. നാലാമത്തെ വളയത്തെ തീരുമാനിക്കുക. മനോഭാവം എങ്ങനെയിരിക്കും? അതുപോലെ ഇരിക്കും നിങ്ങളുടെ മൂല്യം, വിശ്വാസം, പ്രതീക്ഷകൾ എന്നിവയുടെ ബഹിർസ്ഫുരണമാണ്. നമുക്കൊരു മൂല്യമുണ്ട്, ചില മൂല്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ വിശ്വാസങ്ങളുണ്ട്, അടിയുറച്ച വിശ്വാസമുണ്ട്, അതുപോലെ പ്രതീക്ഷകളുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളുടെയും ബഹിർസ്ഫുരണമാണ് നമ്മളുടെ നാലാമത്തെ വളയമായി പരിണമിക്കപ്പെടുക, അല്ലെങ്കിൽ നമ്മളുടെ മനോഭാവമായിട്ട് മാറും. അപ്പൊ മനോഭാവം എന്താണെന്ന് കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞാൽ, അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമുക്ക് സംസാരത്തിൽ വളരെ മോശമായിട്ട് പലപ്പോഴും ചില ആളുകൾ നമുക്ക് സംസാരിക്കുമ്പോൾ അവരെവിടെ ചെന്നാലും കുറ്റങ്ങളും പ്രശ്നങ്ങളും കുറവുകളും മാത്രമേ സംസാരിക്കൂ. എന്നിട്ട് അതിനെ സ്വയം ന്യായീകരിക്കുകയും ചെയ്യും. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ് പറയാനുള്ള അറിവും കഴിവുകളും ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിച്ചുകൊണ്ട് അവരുടെ ആ ഒരു നെഗറ്റീവ് കഴിവിനെ അവർ കൂടുതൽ വീണ്ടും വീണ്ടും ഊർജം കൊടുത്ത് വികസിപ്പിച്ചുകൊണ്ട്, അങ്ങനെ നമുക്ക് പല ആളുകളെയും കാണുവാൻ കഴിയും. ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സംസാരം കേട്ട് പരിചയമുള്ളവരാണ് നമ്മളെങ്കിൽ എന്ത് ചെയ്യും, ഇവരെ കാണുമ്പോഴേ അവിടുന്ന് ഒഴിവായി പോകാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് വ്യക്തിത്വത്തിന്റെ നാലാം വളയം തീരുമാനിക്കുന്നു. ആ നാലാം വളയമാണ് നിങ്ങളുടെ മനോഭാവം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, ഇത് ജീവിക്കാൻ ഏറ്റവും നല്ല ലോകമെന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം വിജയം നേടുവാൻ അല്ലെങ്കിൽ വിജയം കണ്ടെത്തുവാൻ ഞാൻ പോകുന്നു എന്ന് വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതൊക്കെയും നല്ല ലോകത്തെ ജീവിതവും നല്ല വിജയങ്ങളുമായി. ഈ ലോകം നല്ലതാണ്, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ്, ഈ ലോകത്ത് ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒന്നുകിൽ മുൻപത്തെ ലോകം അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സ്വർഗം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്ത് സ്വസ്ഥതയും സമാധാനവും വിജയവും നേതൃത്വ പാഠവങ്ങളും ഇല്ലാതെ പോകും. ഇത് നല്ലൊരു ലോകമാണ്, നല്ലൊരു രാജ്യമാണ്, നല്ലൊരു ഗ്രാമമാണ്, നല്ലൊരു വീടാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ വിജയത്തിലേക്ക് നടന്ന് അടുക്കുവാൻ. അതുപോലെ ഞാൻ പോകുന്നത് നല്ല നല്ല വിജയങ്ങളിലേക്കാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ വിജയികളായിട്ടുള്ളത്. ഞാനിപ്പോൾ മുന്നോട്ട് പ്രവർത്തിക്കുന്നതും സഞ്ചരിക്കുന്നതും വലിയ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് വിജയപ്രദമായ ഒരു ജീവിതം ജീവിക്കുവാൻ കഴിയും. അതുപോലെ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, എത്ര നല്ല രാജ്യമാണ്, എത്ര നല്ല ലോകമാണ് ഇത് എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങളിലേക്ക് വരുന്നവരും ഇതേ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. നല്ല ലോകം, നല്ല കുടുംബം, നല്ല കൂട്ടായ്മ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളോട് കൂട്ടുചേരുന്നവരും ക്രമേണ ഇതേ മനോഗതി ഉള്ളവരായിരിക്കും, ഇതേ മനസ്ഥിതി ഉള്ളവരായിരിക്കും. നമ്മൾ ചിന്തിക്കുക, കൊലപാതകികളായ വാടകക്കൊലയാളികളെ കുറിച്ച് നമ്മൾ കേട്ടു, കള്ളന്മാരെ കുറിച്ച് കേട്ടു, ചതിയന്മാരെ കുറിച്ച് കേട്ടു. ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം സുഹൃത്തുക്കളും ഇതേ സ്വഭാവ സവിശേഷതയുള്ളവരായിരിക്കും. കള്ളന്മാർ കൂട്ടുകൂടുക, മറ്റ് കള്ളന്മാരോട് തെറ്റായിരിക്കും. വാടകക്കൊലയാളികൾക്ക് സുഹൃത്തായിട്ട് ലഭിക്കുക മറ്റ് ഇതുപോലെ പ്രൊഫഷണൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ചതിയന്മാരാണെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളും ഇവരുടെ നമ്മളിപ്പോ പറയുന്ന ഒരു ന്യൂജൻ വേർഡുകളുണ്ട്, വൈബ് സെറ്റ് ആവുക. ഇവരുടെ വൈബുകൾ സെറ്റ് ആവുന്നതും അത്തരത്തിൽ അതേ സ്വഭാവമുള്ള വ്യക്തികളോട് തന്നെ. അവിടെ നമ്മൾ എത്ര മികച്ചവനാണെന്ന് ചിന്തിക്കുക, നമ്മൾ ജീവിക്കുന്നത് എത്ര നല്ല ലോകത്തിലാണെന്ന് ചിന്തിക്കുക, എനിക്ക് നേടുവാൻ കുറച്ച് വിജയങ്ങൾ ഇനിയും മുന്നിലുണ്ട് എന്ന് വിശ്വാസത്തോടു കൂടി ജീവിക്കുമ്പോൾ നിങ്ങളിലേക്ക് കൂട്ടുചേരുന്നവരും ഇതേ ചിന്താഗതി, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ വിജയം കാണുവാൻ ആഗ്രഹിക്കുന്നവരുമായി. അല്ലാതെ അവസരം കിട്ടിയാൽ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുവാൻ നിൽക്കുന്നവരായിരിക്കില്ല നിങ്ങളുമായി കൂട്ടുകൂടുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ലഭിക്കും. ഈ നാലാമത്തെ വളയത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ്? നിങ്ങളുടെ മനോഭാവം എന്ന ഈ ഒരു ശുഭാപ്തി വിശ്വാസമല്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ അപ്പോൾ ക്രമേണ
കൂടുതൽ പ്രസരിപ്പുള്ളവൻ അല്ലെങ്കിൽ പ്രസരിപ്പുള്ളവളായി മാറും. എന്ത് കാര്യം ചെയ്യാനും നല്ല ഉത്സാഹത്തോടു കൂടി. ഇപ്പൊ ആളുകൾ പറയും നല്ല സ്മാർട്ട് ആണല്ലോ എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞതുപോലെ പ്രസരിപ്പുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രസരിപ്പുള്ള വ്യക്തികളാകുമ്പോൾ, നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുള്ളവരാകുമ്പോൾ, നിങ്ങളുമൊത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലി പോലും നിങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതായിരിക്കും. നിങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നത് പോലും മറ്റ് കൊളീഗ്സുകൾക്ക്, നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അയാളോട് ഒത്ത് ജോലി ചെയ്താൽ മതി, ജോലിയുടെ സമയം പോകുന്നതേ അറിയില്ല. അല്ലെങ്കിൽ അയാളോടൊത്ത് സംസാരിച്ചിരുന്നാൽ മതി, സമയം പോകുന്നതേ അറിയില്ല എന്ന് പറയും. ഇത്തരം മനോഭാവം കൊണ്ടുവരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കും. അതുപോലെ പൊതുവായി കൂടുതൽ വിജയം നേടുവാൻ ഈ മനോഭാവം നമ്മളെ സഹായിക്കും. ഈ ഒരു ശുഭാപ്തി വിശ്വാസവും അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് മനോഭാവവും ഉണ്ടെങ്കിൽ എവിടെയും നമ്മളെ വളരുവാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ പോസിറ്റീവ് മനോഭാവം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയത്തിനൊപ്പം കൈകോർത്ത് പ്രയത്നിക്കുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പോസിറ്റീവായിട്ടുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നിങ്ങളിപ്പോ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജോലി മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, അതും കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളുണ്ട്. നിങ്ങൾ വീട്ടിലൊരു ജീവിതം, കാരണം പല പല വേഷങ്ങൾ നമ്മൾ കെട്ടിയാടുന്ന അഭിനേതാക്കളല്ലേ അല്ലേ? കാരണം ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു മാനേജറോ തൊഴിലാളിയോ സ്റ്റാഫോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ അക്കൗണ്ടന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആ ഒരു വ്യക്തിത്വത്തിലേക്ക് മാറുകയാണ്. നമ്മുടെ പോസ്റ്റിന്റെ അനുസരിച്ചിട്ട് ആ ജോലി ഇതിലേക്ക് നമ്മൾ മാറും. വീട്ടിൽ വരുമ്പോൾ നമ്മൾ മറ്റു പല വേഷങ്ങളിലേക്ക് മാറും. ഒന്നുകിൽ കുടുംബനാഥന്റെയോ കുടുംബനാഥയുടെയോ വേഷം, അച്ഛന്റെയോ അമ്മയുടെയോ വേഷം, അല്ലെങ്കിൽ മകന്റെയോ മകളുടെയോ വേഷം, സഹോദരിയുടെയോ സഹോദരന്റെയോ വേഷം, അല്ലെങ്കിൽ മുത്തച്ഛന്റെയോ മുത്തശ്ശിയുടെയോ വേഷം. ഇങ്ങനെ പല പല വേഷങ്ങൾ ഇങ്ങനെ മാറി മാറി നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഏത് മേഖലകളിലും നിങ്ങൾക്ക് വിജയം നേടുവാൻ, ഇതിലേത് വേഷമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ല പ്രസക്തി നിങ്ങളുടെ മനോഭാവം ഈ പറഞ്ഞ രീതിയിലുള്ള പോസിറ്റീവ് ആണെങ്കിൽ ആ മേഖലയിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയും. അപ്പം അച്ഛൻ എന്ന രീതിയിൽ വിജയിക്കണമെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അച്ഛൻ എന്ന കടമകൾ കൃത്യമായിട്ട് ചെയ്യുന്നയാളായിരിക്കും. അമ്മ എന്ന വേഷം കൃത്യമായിട്ട് ആടണമെങ്കിൽ ആ വേഷത്തിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. മുത്തശ്ശനോ മുത്തശ്ശിയോ ആണെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നവരും ആ പോസിറ്റീവ് മനോഭാവം വെച്ച് പുലർത്തുന്നവരുമാണെങ്കിൽ അവിടെയും നമുക്ക് 100-ൽ 100 മാർക്ക് വാങ്ങുവാൻ കഴിയും. ഇനി വ്യക്തിത്വത്തിന്റെ 5-ാം വളയത്തിലേക്ക് വരാം. നമ്മൾ 4 വളയങ്ങൾ കഴിഞ്ഞു. 5-ാം വളയം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികളാണ്. നമ്മുടെ പ്രവർത്തി നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ ആന്തരിക മൂല്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒക്കെ പ്രതിഫലനമാണ്. നമ്മൾ ഒരുപാട് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരാണ് അല്ലെ? പല രീതിയിൽ പ്രവൃത്തി ചെയ്യും. ഇപ്പം വീട്ടിലാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ പ്രവൃത്തി ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലെ മറ്റെന്തെങ്കിലുമൊക്കെ അറ്റകുറ്റകൾ പണിയുന്ന പ്രവൃത്തി ചെയ്യണം, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്ന പ്രവൃത്തി ചെയ്യണം. അങ്ങനെ എന്തുമാകാം. അല്ലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന രീതികളിലെ പ്രവൃത്തികളാകും. ഇങ്ങനെ പല രീതികളിൽ പ്രവൃത്തിയുടെ വകഭേദങ്ങളെ നമ്മൾ അനുഭവിക്കാറും ചെയ്യുവാറും. അപ്പോൾ ഈ പ്രവൃത്തികളെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം, അല്ലെ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആന്തരിക മൂല്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളുടെയും ഒക്കെ പ്രതിഫലനമായിരിക്കും നമ്മുടെ പ്രവൃത്തി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മുടെ വിശ്വാസം എന്താണ്? ഇത് നല്ല രുചികരമായ ഒരു ഭക്ഷണ പദാർത്ഥമാക്കി നമ്മുടെ വീട്ടിലെ ആളുകൾക്കോ അല്ലെ വരുന്ന അതിഥികൾക്കോ ഒക്കെ വിളമ്പി കൊടുക്കുമ്പോൾ അവർ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ മനോഭാവത്തോടു കൂടി, അത് ശുഭാപ്തി വിശ്വാസം, വിശ്വാസം അല്ലേ എല്ലാം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിയിൽ നമ്മുടെ അതിന്റെ ഒരു പ്രതിഫലനം, ആ പ്രതീക്ഷയുടെ പ്രതിഫലനം എന്താണ്? ആ ഭക്ഷണം വളരെ മെച്ചപ്പെട്ടതായിട്ട് മാറും, അല്ലെങ്കിൽ ഏറ്റവും ശുചിത്വമുള്ളതായി മാറും. നേരെ മറിച്ച് ഇതാണെങ്കിൽ, ഈ ജോലിയാണെങ്കിൽ എത്രത്തോളം ചെയ്താലും തീരുകയില്ല എന്ന് തുടങ്ങിയ ജോലി, എന്നെന്റെ ജോലി തീരുവോ, ശമ്പളമില്ലാത്ത ജോലിയാണല്ലോ, ശമ്പളമില്ല, ഇൻക്രിമെന്റും ഇല്ല, ഒന്നുമില്ലാത്ത ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, ശപിച്ചുകൊണ്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്.
അല്ലെങ്കിൽ കുറെ അവന്മാർ വന്ന് കഴിക്കാൻ, വീട്ടിലുള്ളവരെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, കഴിക്കാൻ വരും, എന്നിട്ട് കുറ്റം പറയാൻ മാത്രം കുറെ പേര് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു നല്ല പാചകക്കാരനോ പാചകക്കാരിയോ ആയിരിക്കില്ല. ആരും അതിന് നല്ലതെന്ന് പറയുകയും. അപ്പൊ നമ്മുടെ ഈ മനോഭാവത്തിന്റെ ബഹിർസ്ഫുരണം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം അവിടെ സംഭവിക്കുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞു. അതുപോലെ തന്നെ വീടിനെ സംരക്ഷിക്കുക. വീടിനെ വൃത്തിയായിട്ട് നമ്മൾ സംരക്ഷിക്കുകയാണ്. ആളുകളൊക്കെ വരുമ്പോൾ കാണുന്നു, നമ്മുടെ വീടിനെ പറ്റി, നമ്മുടെ വീടിന്റെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ നമ്മളോട് പുകഴ്ത്തി സംസാരിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ വീടിനെ ഒന്ന് വൃത്തിയാക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനം നമ്മുടെ പ്രവൃത്തിയിൽ വരും. കാരണം ആ വീടിനെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ മനോഭാവങ്ങളുടെയും പ്രതീക്ഷകളുടെയും ചിന്തകളുടെയും ഒക്കെ പ്രതിഫലനങ്ങളാണ് നമ്മുടെ പ്രവൃത്തിയിലേക്കും വരിക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിലും ജോലിയിലും നിങ്ങൾ നേടുന്നത് കൂടുതലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നടക്കുന്നത് അതിനെ ആശ്രയിച്ചിട്ടിരിക്കും നിങ്ങളുടെ പ്രതിഫലനം, അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തേക്ക് വരുന്ന കാര്യം. കാരണം നമ്മളിപ്പോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ്, ടാബ്, ഇങ്ങനെയുള്ള ഗാഡ്ജറ്റുകളൊക്കെ ഇന്ന് വളരെയധികം സർവ്വസാധാരണമാണ്. എല്ലാവരും, ഏതാണ്ട് ഭൂരിപക്ഷം ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അവിടെ എന്താണ്, ഒരു CPU എന്ന് പറഞ്ഞൊരു സാധനം കമ്പ്യൂട്ടറിനുണ്ട്, ഒരു ബോക്സ് മാതിരി. ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ ബ്രെയിൻ ഇരിക്കുക. ഇതിന്റെ എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ് നടക്കുന്നതെല്ലാം ഈ CPU-ന്റെ ഉള്ളിൽ. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെയൊക്കെ കൊടുക്കുക ഒന്നുകിൽ കീബോർഡുകൾ എന്ന് പറയുന്ന കീബോർഡിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മൗസ് എന്ന് പറഞ്ഞൊരു ചെറിയ സാധനമുണ്ട്, ആമ പോലത്തെ, ഈ സാധനത്തിലൂടെ ഒക്കെ ആയിരിക്കും ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോന്നിനെ കൊടുക്കുക. ഇനി ഇതിന്റെ എല്ലാം പ്രതിഫലനം പുറത്തേക്ക് വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉള്ളിൽ കിടന്നാൽ പോലെ അത് പുറത്തേക്ക് വരണം. അത് പുറത്തേക്ക് വരിക ഇതിന്റെ മോണിറ്റർ എന്ന് പറയുന്ന ഒരു സ്ക്രീനിലൂടെയായിരിക്കും നമ്മളെ കാണിച്ചു തരിക അവിടെ നടക്കുന്നതിന്റെ പ്രതിഫലനങ്ങളൊക്കെ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന പ്രോഗ്രാമുകൾ, ചിന്തകൾ, സോഫ്റ്റ്വെയറുകൾ എല്ലാം ശുദ്ധമാണ്, ശുഭാപ്തി വിശ്വാസമാണ്, പ്രതീക്ഷകളാണ്, ഞാൻ മികച്ചവനെന്ന ബോധമാണ് എങ്കിൽ ആ മോണിറ്ററിലേക്ക് തെളിഞ്ഞു വരിക. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നിന്ന്, മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തികളായിട്ട് പുറത്തേക്ക് വരിക ഇതുപോലെയുള്ള വിജയത്തിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ശുഭപ്രതീക്ഷകളോട് കൂടിയ കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് പുറമേ വരിക. അതായത് ഉള്ളിലുള്ളതിനെ വെളിയെ കാണിക്കുക. അതായത് ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ പുറമെ മറ്റൊന്നിനെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമുക്ക് ചതിവ് പറ്റും. നമ്മൾ നമ്മളെ തന്നെ ചതിക്കുക. നമ്മൾ ശരിക്കും വിചാരിക്കുന്ന മറ്റുള്ളവരെ ഞാൻ കബളിപ്പിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിലും അവിടെ നമ്മൾ നമ്മെ തന്നെ ചതിക്കുകയാണ്. അതായത് പുറത്തെ അവസ്ഥകൾ നോക്കിയിട്ടായിരിക്കാം നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെ പുറത്തുള്ളവർ തീരുമാനിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അതേ അവസ്ഥകളെ നമ്മൾ പുറമെ നേരായ വഴിയിൽ കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ രീതിയിൽ ആളുകൾ നമ്മളെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾ കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് മനുഷ്യ ജീവിതം എന്നത് നിങ്ങൾ നിങ്ങളുടെ ആഹ്ലാദം നേടിയെടുക്കുന്നതാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ആഹ്ലാദം നേടിയെടുക്കലാണ്. ഇത് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. അരിസ്റ്റോട്ടിൽ നമുക്കറിയാം സോക്രട്ടീസിന്റെ ശിഷ്യൻ അല്ലെ, സോക്രട്ടീസിന്റെ ശിഷ്യ പരമ്പരയിൽ പെട്ട അടുത്ത തലത്തിൽ വരുന്ന ആളാണ് അരിസ്റ്റോട്ടിൽ എന്ന വ്യക്തി. അപ്പൊ അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്, ആത്യന്തികമായിട്ട് മനുഷ്യജീവിതം എന്ന് പറയുന്നത് ആഹ്ലാദം നേടിയെടുക്കുക, സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ സുഖം, ജീവിതത്തിലെ സ്വാസ്ഥ്യം നേടുക, സുഖം, സമാധാനമൊക്കെ നേടുക. ഇതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നത് ആഹ്ലാദത്തിലൂടെയാണ്, നമ്മളെ സന്തോഷിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നതും പണിയെടുക്കുന്നതും എല്ലാം എന്താണ്, സുഖത്തിന് വേണ്ടിയാണ്, സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടാലും നാളെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക മൂല്യങ്ങൾ പുറം ലോകത്തെ പ്രവർത്തികളുമായി പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ആഹ്ലാദമുള്ളത് ആണെങ്കിൽ, നിങ്ങളുടെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പുറത്തെ ലോകവും ആഹ്ലാദമുള്ളതായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾ സന്തോഷവാനായിരിക്കും എന്നുള്ളതാണ് പറയുക.
നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ മൂല്യവുമായിട്ട് ചേരുന്നതായിരിക്കും. നമുക്ക് നല്ല ലക്ഷ്യങ്ങളുണ്ടാകാം, നല്ല മൂല്യങ്ങളുണ്ടാകാം, രണ്ടും രണ്ടാണ്. പക്ഷെ ഇത് തമ്മിൽ ചേരുന്നതാണെങ്കിൽ, നമ്മുടെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും നന്നായിട്ട് ചേർച്ചയുള്ളതാവുമ്പോൾ ഇവ പരസ്പര പൂരകങ്ങളായി നമ്മളെ ഊർജ്ജസ്വലനായ വ്യക്തിയായി, വിജയിക്കുന്ന വ്യക്തിയായി, കൂടുതൽ ധനം സമ്പാദിക്കുന്ന വ്യക്തിയായി, സന്തോഷം സമ്പാദിക്കുന്ന വ്യക്തിയായി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആഹ്ലാദിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയായി, ഇതും കഴിഞ്ഞ് ആറാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്ന വ്യക്തിയായി മാറുവാൻ സഹായിക്കും എന്നാണ്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാം. ഇപ്പോൾ ജോലികൾ പലതുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യം എടുക്കാം. ഡോക്ടർമാർ ഒരുപാട് പേരെ നമ്മൾ കാണുന്നു. MBBS ഡോക്ടർമാര് ഉണ്ട്, MD എടുത്തവരുണ്ട്, അല്ലെങ്കിൽ പല സെക്ഷനുകളിൽ കൂടുതലായിട്ട് സ്കില്ല് നേടിയവർ. ഇതെല്ലാം മനുഷ്യൻ തന്നെയാണെങ്കിലും നമ്മുടെ സ്കില്ലുകളിലാണ് കാര്യം. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് സ്പെഷ്യലിസ്റ്റുകളായി മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഡോക്ടർമാർ ഉണ്ടാക്കുന്ന സന്തോഷത്തിനും അവരുടെ വരുമാനത്തിനും വ്യത്യാസമുണ്ട്, അല്ലെ? വെറും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന ഡ്യൂട്ടി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് പേരാണ്, അവർക്ക് ചിലപ്പം MBBS എന്നൊരു സംഗതി മാത്രമേ കാണൂ. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യലിസ്റ്റുകളെയോ അല്ലെങ്കിൽ മറ്റ് അതിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരെ കാണുവാൻ പോകുമ്പോൾ അവർക്ക് പ്രത്യേക ഫീസും ഒക്കെ ഉണ്ടാവും, അല്ലെ? പ്രത്യേകിച്ച് ആ ഡോക്ടറെ കാണുന്നതിന് ഇത്ര ഫീസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ആ ഫീസൊക്കെ അടച്ചിട്ടായിരിക്കും കാണുക. ഇവരുണ്ടാക്കുന്ന വരുമാനത്തിനും വ്യത്യാസമുണ്ട്. കാരണം ഇതെല്ലാം തന്നെ ഡോക്ടർമാരാണ്. ഡ്യൂട്ടി ഡോക്ടറാണ്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. പക്ഷെ ഇവരെല്ലാം ഡോക്ടർമാരാണെങ്കിലും ഇവരുണ്ടാക്കുന്ന ആ ഒരു മൂല്യങ്ങളും അല്ലെ ഇവരുണ്ടാക്കുന്ന വരുമാനത്തിന്റെ കണക്കിനുമൊക്കെ വ്യത്യാസം വരുന്നത് അവിടെയാണ്. അവരിലെ കഴിവുകളും അല്ലെ അവർ നേടിയ സ്കില്ലുകളും അവരതിനെ കൂടുതൽ താല്പര്യത്തോടെ, ആത്മാർത്ഥതയോടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പഠിച്ചെന്നൊക്കെയാണ് അവരെ ഈ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വേണ്ടത് എന്തെന്ന് തിരിച്ചറിയുക. നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിൽ പലതും പഠിക്കാനൊക്കെ പോകുന്നത്, പക്ഷെ അവിടെ ഏത് കാര്യമാണ് നമുക്ക് വേണ്ടതെന്ന് ആദ്യമേ ഇതിനെ തേടി അതിനെ തീരുമാനിച്ചിട്ട് ഉറച്ചിട്ട് വേണം നമ്മൾ ആ വഴിയിലൂടെ മുന്നോട്ട്. എങ്കിലേ ഉള്ളൂ നമുക്ക് സമയം വെറുതെ ദൂർത്ത് ചെയ്യാതെ, സമയം വേസ്റ്റ് ആക്കാതെ കൃത്യമായിട്ട് നമുക്ക് ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും വിജയത്തിലേക്കും നേതൃത്വത്തിലേക്കും ഒക്കെ കടന്നു ചെല്ലുവാൻ കഴിയുകയും. അതായത് സ്റ്റീഫൻ കോവ പറഞ്ഞ ഒരു വാക്യത്തിന് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുക. സ്റ്റീഫൻ കോവ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിജയത്തിന്റെ കോണി കയറുമ്പോൾ അത് ശരിയായ കെട്ടിടത്തിലേക്ക് മതിയായ ചെരിവിൽ ചെരിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. പല കാര്യങ്ങൾക്കായി കയറാം. പെയിന്റ് അടിക്കാൻ കയറാം, അതിന്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കാൻ കയറാം, പല രീതികളിൽ അല്ലെ പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ നമ്മളൊരു ലാഡർ ഉപയോഗിക്കും, ഏണി ഉപയോഗിക്കും. ആ ഏണി കൃത്യമായ സ്ഥലത്താണോ ചാരി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കണം. കൃത്യമായ അളവിൽ അത് ചെരിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഏണിയുമായിട്ട് മറിഞ്ഞ് താഴെ വിടാൻ സാധിക്കും. അപ്പൊ കൃത്യമായ അളവിൽ ചെരിച്ചു വെച്ചിരിക്കണം, കൃത്യമായ ദിശയിലാണ് നമ്മുടെ ഏണി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഏണികൾ ചാരുവാൻ. ഏണി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പഠനങ്ങളും നമ്മൾ നേടേണ്ട അറിവുകളും നമ്മൾ ചേരേണ്ട കൂട്ടായ്മകളും നമ്മൾ ചേരേണ്ട ബന്ധങ്ങളും ഇതുപോലെയായിരിക്കും. കൃത്യമായി അറിഞ്ഞുകൊണ്ട് വേണം ഇവിടേക്ക് നമ്മൾ കാര്യങ്ങളെ തിരഞ്ഞെടുക്കുവാൻ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇതില്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ആന്തരിക മൂല്യങ്ങളെയൊക്കെ അവിടെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കണം. അല്ല നമ്മുടെ ഉള്ളിലെ കാര്യം ഒന്നാണ്, എനിക്ക് ഇഷ്ടമുള്ളതാണ് പക്ഷെ ഇഷ്ടമില്ലാത്ത ജോലി ഞാൻ ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാവരുത്. നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ ശരിയെന്ന് പറയുന്ന ഭാഗങ്ങളിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കുവാൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജീവിതയാത്രകളിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മുന്നോട്ട് പോയാൽ മാത്രം പോരാ, ഫുട്ബോൾ കളിയിലെ ടൈം ഔട്ട് പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രവൃത്തികളും ഒക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈ ഫുട്ബോൾ കളിയുടെ ഇടയ്ക്കൊരു ടൈം ഔട്ട് പ്രഖ്യാപിക്കാം. കണ്ടിട്ടുണ്ടാകും, ഫുട്ബോൾ കളി കാണുമ്പോൾ അറിയാം, പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ക്രീനൊക്കെ വരച്ച് കാണിക്കുന്ന പോലെ റഫറി കാണിച്ചിട്ട് ഒരു ടൈം ഔട്ട് കൊടുക്കും. ആ ടൈം ഔട്ടിന്റെ സമയത്ത് എന്തായിരിക്കാം, ഈ ഒരു ടീം മെമ്പേഴ്സ് എല്ലാം കൂടെ വട്ടം കൂടി നിന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നതാണ്. അവർ വിലയിരുത്തുകയാണ്.
അപ്പോൾ കളിച്ച കളിയെ കുറിച്ച് വിലയിരുത്തുകയാണ്. അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വീണ്ടും നമ്മൾ അവിടെ പ്രയോഗിക്കണം. ആ ഒരു ടെക്നിക്കുകൾ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കുകൾ, അല്ലെങ്കിൽ ആ പാസിങ്ങുകളൊക്കെ അവിടെ കൃത്യമായിട്ട് വീണ്ടും പ്രയോഗിക്കണം. അല്ലെങ്കിൽ അവിടെ വരുത്തേണ്ട പിഴവുകളെ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഇങ്ങനെ വട്ടം കൂടിയെന്ന് വരാനും. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ ഫുട്ബോൾ കളിയിലെ ടൈം ഔട്ട് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം. അത് ചിലപ്പോ മാസത്തിലൊരിക്കലാവാം, വർഷത്തിലൊരിക്കലാവാം, നമ്മുടെ സൗകര്യം പോലെ ഏതെങ്കിലും ഒരു സമയത്ത് ടൈം ഔട്ടിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് വിലയിരുത്തണം. നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ നമുക്ക് അതിനെ വിലയിരുത്താം. നമ്മൾ ആടുന്ന വേഷങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. അച്ഛൻ എന്ന വേഷം കിട്ടുന്നു, അമ്മ എന്ന വേഷം കിട്ടുന്നു, മകനാകുന്നു, മകളാകുന്നു, മുത്തശ്ശനാകുന്നു, മുത്തശ്ശിയാകുന്നു, സഹോദരനാകുന്നു, സഹോദരിയാകുന്നു. ഈ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഈ വേഷങ്ങളൊക്കെ ആടുന്നുണ്ടോ എന്ന് ടൈം ഔട്ടിൽ വേണമെങ്കിൽ ചിന്തിക്കാം. ഞാൻ അച്ഛനാണെങ്കിൽ അച്ഛന്റെ കടമകളെല്ലാം കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഇടയ്ക്ക് വിലയിരുത്തുന്നത് നല്ലതായിരുന്നു. അമ്മയാണ്, അമ്മയുടെ കടമകൾ, അല്ലെങ്കിൽ കുടുംബനാഥയാണെങ്കിൽ കുടുംബനാഥയുടെ വേഷം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പുറകോട്ടൊരു തിരിച്ചു ചിന്തിക്കൽ ഇടയ്ക്കിടയ്ക്ക് വേണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ജോലിയോട് ഞാൻ നീതി പുലർത്തുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് അവിടെ നിന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോ യാത്രയിലും ഓരോ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ടൈം ഔട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളൊന്ന് വിലയിരുത്തണം എന്നാണ് ഇവിടെ പറഞ്ഞത്. കാരണം ഈ മേഖലയിലായിരിക്കും നമുക്ക്, ഈ ഒരു ടൈം ഔട്ടിലായിരിക്കും നമുക്ക് നമ്മുടെ മൂല്യം എന്തെന്ന് പരിശോധിക്കാൻ കഴിയുക, മൂല്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ ഇവിടെ ഒരു ബൈബിൾ വാക്യം കൂടി ചേർക്കേണ്ടി വരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെടുന്ന വാക്യങ്ങളെ ചേർക്കുന്നതുകൊണ്ട് ബൈബിൾ വാക്യം പറയുക. അതായത് മത്തായി പറയുന്നു 16:36 പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം? ലോകം മുഴുവൻ ഒരുവൻ നേടുന്നുണ്ട്, പക്ഷെ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇവൻ നേടുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ മൂല്യങ്ങളെയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എത്ര വലിയ വിജയങ്ങൾ തെറ്റായ വഴിയിൽ നീ സമ്പാദിച്ചു കൂട്ടിയാലും അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന ശിഷ്യ പരമ്പരകളിൽ വരുന്ന ആളുകളാണ്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അതിന്റെ അടുത്ത ശിഷ്യനായി വരുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാനായി ഇറങ്ങിയ വ്യക്തിയാണ്. ലോകം മുഴുവൻ തന്റെ സാമ്രാജ്യമാക്കി മാറ്റണം എന്നൊരു കൺസെപ്റ്റിൽ ചിന്തിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി തന്റെ സാമന്ത രാജാക്കന്മാരാക്കുന്ന പ്രക്രിയ നടത്തിക്കൊണ്ട് മുന്നേറിയ ആളാണ്. ഇന്ത്യയിലുമൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് കഥ. മാസ്ഡോണിയയിലെ രാജാവായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് യാത്ര ചെയ്തപ്പോഴാണ് ഇടയ്ക്ക് 36-ാം വയസ്സിൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിവ്, ടൈം ഔട്ട് പോലെ തിരിച്ചു ചിന്തിക്കേണ്ടി വരും. ലോകം മുഴുവൻ താൻ വെട്ടിപ്പിടിക്കുമ്പോഴും തന്റെ മൂല്യങ്ങളെയും ആത്മാവിനെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണല്ലോ എന്നൊരു ചിന്താഗതി ഇടയ്ക്ക് ഇദ്ദേഹം ഈ പ്രായത്തിൽ പിന്നീട് മരണപ്പെട്ടു. ലോകം മുഴുവൻ പിടിച്ചടക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, തന്റെ കൈകൾ രണ്ടും ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് വെളിയിലേക്ക് വെക്കാൻ ഒരു ദ്വാരം ഉണ്ടാക്കി വെക്കണമെന്ന്. കാരണം ലോകം മുഴുവൻ ഞാൻ നേടിയെടുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിന്റെ പകുതിയോളം നേടിയെടുത്തെങ്കിലും ഞാനിതാ വെറും കൈയുമായി മുകളിലേക്ക് പോകുന്നു എന്നൊരു സന്ദേശം ആ മരണത്തിലൂടെ കൊടുത്തുകൊണ്ട് മരിച്ചുപോയ വ്യക്തിയാണ്. അപ്പോ അങ്ങനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തെറ്റായ വഴികളിലൂടെ നേടിയാലും ആത്മാവിനെ അല്ലെങ്കിൽ മൂല്യബോധങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും പറയുന്നു, അന്തർജ്ഞാനത്തിൽ വിശ്വാസം അർപ്പിക്കുക. മഹത്വത്തിന്റെ അടിസ്ഥാനം എന്നത് തന്നിൽ തന്നെയുള്ള വിശ്വാസമാണ്. അന്തർജ്ഞാനം ഉണ്ടായിരിക്കണം. നമ്മുടെ മഹത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചെറു ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോ നമ്മളോട് ചില കാര്യങ്ങൾ, നമ്മൾ പറയാറുണ്ട് മനസാക്ഷി സംസാരിച്ചു. ഈ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളാണ് മൂല്യബോധങ്ങളായിട്ടും അല്ലെങ്കിൽ പല രീതികളിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ചില ചെറു ശബ്ദങ്ങൾ വരും. ഇതിനെ ഒന്ന് ചെവി കൊടുക്കണം, മുഖവിലേക്ക് എടുക്കണം. അതിൽ നമുക്ക് സ്വയമുള്ള തീരുമാനമെടുക്കുവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കുമ്പോൾ. അപ്പോൾ യഥാർത്ഥ മൂല്യങ്ങളുമായിട്ട് നമ്മൾ
തികച്ചും പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനുമുള്ള രാജകീയ പാത. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള മൂല്യങ്ങളോട് ചേർന്ന് അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ ആത്മാഭിമാനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അഭിമാനത്തിന് വകയുണ്ടാവില്ല, മനസാക്ഷിക്കൊരു അഭിമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മളത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക്, നമ്മുടെ മനസാക്ഷിയിലേക്ക് നമ്മൾ ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് കൃത്യമായി ചെവി കൊടുക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങളെ നമ്മൾ കൃത്യമായി മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക, ആത്മാഭിമാനം ഉണ്ടാവുക എന്ന് പറയും. പിന്നെ അതുകൂടാതെ സ്വന്തം പെരുമാറ്റത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടെ നമ്മുടെ പെരുമാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ അവിടെ പെരുമാറിയത് എങ്ങനെയാണ്, ഒരു വിലയിരുത്തലുകൾ നടത്തണം. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ നമ്മുടെ പെരുമാറ്റം ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഫീഡ്ബാക്ക് കൊടുക്കുക, അല്ലെ, ഫീഡ്ബാക്ക് അന്വേഷിക്കാം. ഇതുപോലെ നമ്മുടെ സ്വന്തം പെരുമാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം മുൻകാല പെരുമാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ മുൻകാലത്ത് നമുക്കൊരു തിക്താനുഭവം ഉണ്ടായി, നമ്മളൊരു സമ്മർദ്ദം ജനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ആ സമ്മർദ്ദം നേരിട്ടപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് പെരുമാറിയത്, നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ട്. അപ്പോൾ അവിടെ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് സമയം ചെലവഴിച്ചത്, എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം അപ്പോൾ പരിവർത്തനപ്പെട്ടത്, അവിടെ എങ്ങനെയാണ് നമ്മൾ പണം ചിലവഴിച്ചത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളൊന്ന് പിറകോട്ട് വിശകലനം ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ഇവിടെ ഡെയിൽ കാർണഗി എന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നു. ഡെയിൽ കാർണഗി ഒരിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു വ്യക്തി തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായി തോന്നുന്നത് എന്താണെന്ന് എന്നോട് പറയുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിന്റെ മൊത്തം തത്വചിന്തയും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരാൾക്ക് അയാൾക്ക് തോന്നുന്ന ഒരു കാര്യത്തില് ഏറ്റവും അംഗീകാരമായിട്ട് തോന്നുന്ന എന്താണോ, എനിക്ക് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അംഗീകാരം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തെ മൊത്തം നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. അതാണ് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാഭിമാനം തോന്നുന്നത്, ആത്മാഭിമാനം ഉയർത്തുന്നത് എന്താണ് എന്നുള്ളതും, സ്വകാര്യമായിട്ടുള്ള അഭിമാനവും സ്വകാര്യ പ്രതാപവും ഒക്കെ നിങ്ങൾ ഉയർത്തുന്നത് എപ്പോഴാണ് എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്യുക, പരിശോധിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ആനന്ദം ലഭിക്കുക, അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുക, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ എൻ്റെ ആത്മാഭിമാനം ഇങ്ങനെ ഉയരുക എന്നുള്ളതിനെ നമ്മളൊന്ന് പരിശോധിക്കണം. അതിനെ വേണം നമ്മൾ വീണ്ടും പിന്തുടരുവാൻ എന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലെ അഭിലാഷങ്ങളെ തീരുമാനിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിനെ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്താകുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തായിത്തീരാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കുതിക്കുന്നത്. പലപ്പോഴും ഭൂരിപക്ഷം ആളുകളിലും നമ്മൾ പരാജിതരിൽ കാണാറുള്ളത് അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ ഒന്നാണെങ്കിലും പുറത്തോട്ട് അതായിരിക്കില്ല പറയുക. ചില കാര്യങ്ങൾ ഇഷ്ടമുണ്ടെങ്കിലും എനിക്കതൊന്നും താല്പര്യമില്ല. നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു ആള്. അപ്പൊ അയാൾ പറയും ഈ സമയം നോട്ടം അല്ലെങ്കിൽ ഈ കൈകളിൽ ഇങ്ങനെ ജപിച്ച് കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. ഈ മന്ത്രവാദികൾ, ബ്ലാക്ക് മാജിക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ആ പുള്ളി ഇങ്ങനെ ഇൻസർട്ട് ചെയ്ത് കൈയൊക്കെ ഫുൾ സ്ലീവിലൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇത്തരം അന്ധവിശ്വാസം വലിയ വിശ്വാസമില്ലടേ, ധാരണയില്ലടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഈ ഫുൾ സ്ലീവ് കൈ കഴിക്കുമ്പോൾ കൈയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്, തകിടും ഗണ്ടയും സാധനം മുഴുവൻ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത കൈ കഴിക്കുമ്പോൾ അത് അഴിക്കേണ്ട അവിടെ ഉണ്ട് കുറെ സാധനം. അപ്പൊ ഷർട്ടിന്റെ ബട്ടൺ ഊരിയപ്പോ കഴുത്തെ കിടപ്പുണ്ട് വലിയ സാധനം. ഷർട്ടൊന്ന് ഇൻസെർട്ട് അഴിക്കാന്ന് പറയാൻ വേണ്ട, അരയിലും ഉണ്ട് സാധനം എന്ന് പറഞ്ഞതുപോലെ ഉള്ളിൽ ഇത് മുഴുവൻ ഉണ്ട്, പക്ഷെ പുറത്തോട്ട് ഇതിനൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ഇതിനെ കൃത്യമായിട്ട് നമ്മൾ പുറത്തോട്ട് പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനെ നമുക്ക് കൃത്യമായിട്ട് നേടിയെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില
പ്രാകൃതമായ പുരാതനമായിട്ട് നമ്മളിലേക്ക് ഓർത്തഡോക്സിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ അടിച്ചുകൂട്ടിയിരിക്കുന്ന ചില കാര്യങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും തുറന്നു പറയാം. ഇപ്പൊ അടുത്തയിടയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ താര കല്യാണം എന്നൊരു ആക്ടറുടെ ഒരു കുറിപ്പ് കണ്ടു. ഇവര് ജീവിച്ചിരുന്നപ്പോൾ അല്ല ഇവരിപ്പോ ജീവിക്കുമ്പോൾ ഇപ്പോൾ അവരുടെ ഭർത്താവ് ഇല്ല, ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ അവർ ജീവിച്ച ജീവിതത്തെ കുറിച്ച് ഒന്ന് വിലയിരുത്തിയ ഒരു കാര്യം എഴുതി. ഞാൻ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി തുടങ്ങിയത് ഭർത്താവിന്റെ മരണശേഷം. കാരണം അതിനു മുമ്പ് ഞാൻ ശരിക്കും ഞാനായിട്ടല്ല ജീവിച്ചിരുന്നത്. ഞാനെന്ന വ്യക്തിക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല. എന്നിലെ ഇഷ്ടങ്ങൾ എനിക്ക് നടത്തുവാൻ സാധിച്ചിരുന്നു. മറ്റാരൊക്കെയോ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിലെ ഒരു പാവയെ പോലെ ജീവിക്കുകയായിരുന്നു. ഇതിനു ശേഷമാണ് ഞാൻ കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത്. എന്റെ ഇഷ്ട കാര്യമായ നൃത്തത്തിൽ ഞാൻ കൂടുതൽ അഗ്രഗണ്യായത്, അവിടെ ഞാൻ പേരെടുത്തത് അങ്ങനെയാണ്. പക്ഷെ എന്നേക്കാൾ കഴിവുള്ള അനവധി സുഹൃത്തുക്കൾ എനിക്കുണ്ടെങ്കിൽ അവരൊന്നും തന്നെ തന്റെ ഇഷ്ടങ്ങൾ പുറത്തു കാണിക്കാതെ, തന്നിലെ കഴിവുകൾ പുറത്തെടുക്കാതെ ഒതുങ്ങി ജീവിക്കുകയാണ്. വീട്ടമ്മമാരോ കുടുംബിനികളോ ഭാര്യമാരോ നല്ല ഭാര്യമാരോ ആയിട്ടോ ഒക്കെ ഒതുങ്ങി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു. അവിടെയൊക്കെയും പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മുടെ ഉള്ളിലെ ഇരിപ്പുകളെ, ഉള്ളിലെ ഇഷ്ടങ്ങളെ തന്നെ വേണം പുറത്തേക്ക് കാണിക്കുവാൻ. അല്ലാതെ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ പരാജയത്തിലേക്ക് പോകും, വിജയിക്കുന്ന വ്യക്തിയാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭൂതകാലം നമ്മളെ ഭാവി കാലവുമായി തുലനം ചെയ്യരുത്. പലപ്പോഴും പലരും പറയും എന്റെ ഭൂതകാലം വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് എന്നോട് ഇടപെട്ടവരൊക്കെ വളരെ മോശമായിട്ടാണ്, എന്നെ തരം താഴ്ത്തിയാണ്, ഇടിച്ചു താഴ്ത്തിയാണ്, ചവിട്ടി താഴ്ത്തിയാണ് എന്നോട് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് വിജയത്തിലേക്ക് പോകാൻ കഴിയില്ല. ഇങ്ങനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഭൂതകാലം മോശമായിരിക്കാം, അല്ലെ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് വന്നു എന്നതിലല്ല, നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നതിലാണ് പ്രധാന കാര്യം. നിങ്ങളുടെ വളർച്ച എങ്ങോട്ടാണ്, അല്ലെ നിങ്ങൾ നടന്നെടുക്കുന്നത് എങ്ങോട്ടാണ് എന്നുള്ള രീതിയിൽ ഉള്ള ചിന്തകളായിരിക്കണം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഭൂതകാലത്തിലെ മോശം അനുഭവങ്ങളെ, തിക്താനുഭവങ്ങളെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ വീണ്ടും കൂടുതൽ തിക്തമായ അനുഭവങ്ങളിലേക്ക് പോകരുത് എന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ എത്ര കണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുക. നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ തോത് എത്രയധികം വികസിച്ചതാണോ അത്രയധികം നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആത്മാഭിമാനത്തിന്റെ തോത് വളർന്ന് വികസിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എത്രയധികം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത്രയധികം നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും. സന്തോഷത്തിന്റെ തോതും അതിനനുസരിച്ച് വികസിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയൊക്കെ നിങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനത്തെ വേണം നിങ്ങൾ പുറത്തെടുക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു മാതൃകാ പുരുഷനെ അല്ലെങ്കിൽ മാതൃകാ സ്ത്രീയെ നിങ്ങൾ മനസ്സിൽ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നടക്കുക. പക്ഷെ മാതൃക മെച്ചപ്പെട്ടതിനെ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പൊ നമുക്ക് മാതൃകകൾ പല വഴി തിരഞ്ഞെടുക്കാറുണ്ട്. മഹത് വ്യക്തിത്വങ്ങളെ മാതൃകകളാക്കുന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ മോശമായ ആളുകളെ മാതൃകകളാക്കുന്നത് അങ്ങനെയുള്ളവരും ഉണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു 20 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നു. കാരണം ആ പ്രായത്തിൽ എത്തിയപ്പോൾ തന്നെ അവൻ വലിയ ക്രിമിനലായി, വലിയ മയക്കുമരുന്ന് കടത്തിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആക്രമണങ്ങളിലും ഒക്കെ ഇവൻ ഏർപ്പെട്ടു തുടങ്ങി. അപ്പൊ ഇവന്റെ കയ്യിൽ ഇങ്ങനെ പച്ച കുത്തി വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഏതാണ്ട് അലോട്ടിയോ അങ്ങനെ എന്റെ പേരുള്ള ഒരു പ്രൊഫഷണൽ കില്ലർ ഉണ്ട്. അയാളുടെ ഫേസ് ആണ് ഇവന്റെ കയ്യിൽ പച്ച കുത്തി വെച്ചത്. അപ്പൊ അവന്റെ മാതൃകാ പുരുഷൻ ഈ പറയുന്ന വാടക കൊലയാളിയാണ്, അവന്റെ ആരാധ്യ കഥാപാത്രം. അപ്പോൾ അവൻ എന്താണ്, അങ്ങോട്ടാണ് അവന്റെ പോക്ക് എന്ന് പറഞ്ഞതുപോലെ മാതൃകാ വ്യക്തിത്വങ്ങൾ മെച്ചപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മളും മാതൃകാ പുരുഷന്മാരല്ലെങ്കിൽ വിജയിക്കുന്ന വ്യക്തികളായി മാറിത്തീരുക. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ മികച്ച പ്രകടനം നമ്മൾ പുറത്തെടുക്കണം. ഇതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെന്ന് നിങ്ങൾ അറിയണം. നമ്മൾ ആരാണ്, നമ്മുടെ കഴിവുകൾ എന്താണ്, നമ്മൾ എങ്ങോട്ടാണ് ചലിക്കേണ്ടത്, നമ്മുടെ പ്രവൃത്തികൾ എന്താണ്. അതാണ് പറഞ്ഞ ഓരോ കാര്യങ്ങളെയും കൃത്യമായി നമ്മൾ നേരത്തെ എഴുതി വെക്കണം. നാളെ ചെയ്യാനുള്ള ഇന്നേ എഴുതി വെക്കണം എന്ന് പറയുന്നത് നാളെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു സംശയവും ഉണ്ടാവില്ല. കൃത്യമായിട്ട് നമുക്ക് സമയം പാഴാക്കാതെ ചെയ്യുവാൻ കഴിയും. ഇങ്ങനെയുള്ള നിങ്ങളിലെ നിങ്ങൾ ആര് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് വേണം എന്ന് മാത്രം ചിന്തിച്ച് നിങ്ങളായി തീരുക.
മറ്റൊരാളെ കടമെടുക്കരുത്, മറ്റൊരു വ്യക്തിയെ കടമെടുത്തുകൊണ്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകളായിരിക്കരുത് എന്നുള്ളതാണ് ഇവിടെ ബ്രയാൻ ട്രേസി പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൃത്യമായി നിങ്ങൾ നിങ്ങളായി തന്നെ മാറുക. ഇങ്ങനെ മാറാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വിജയത്തിലേക്കുള്ള മറ്റൊരു റൂട്ട് കൂടി തുറന്നു കിട്ടപ്പെടും എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പഠനം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, തൃപ്പാദ ജയം. പ്രയാസയുടെ 3-ാം അധ്യായത്തിലെ ക്ലാസ്